പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോ ഈ ദിനം നൽകി അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോ നമ്മയും നമ്മുടെ കുടുംബത്തെയൊക്കെ കാത്തു പരിപാലിക്കുന്നതിനും ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും നമുക്ക് അർപ്പിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് എല്ലാ രോഗികളെയും പലവിധത്തിലുള്ള രോഗങ്ങളിലൂടെയും കടന്നു പോകുന്നവരെയൊക്കെ ഒന്ന് നമുക്ക് സമർപ്പിക്കാം. അത് ശാരീരികമാകാം, മാനസികമാകാം. ഇന്ന് ശാരീരിക രോഗങ്ങളെ പോലെ തന്നെ ശക്തമാണ് മാനസികമായ രോഗങ്ങളും. എന്തോരം പേർക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഫിയർ, അങ്ങനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, എന്തോരം പേർക്ക് ഈ മാനസികമായ രോഗങ്ങളിലൂടെയൊക്കെ ഞെരുക്കപ്പെടുന്നവരൊക്കെ. എന്തിന് ഞാൻ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു 1-2 സൈക്കാട്രിക് ഡോക്ടർമാർ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിശയപ്പെട്ടു, ഇതെങ്ങനെയാണ് സൈക്കാട്രിക് ഡോക്ടർമാർ വിളിക്കാനിടയാവുന്നത്? അപ്പോൾ അതിലൊരാൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, സൈക്കാട്രിക് ഡോക്ടറായ അങ്ങ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരികയോ? അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അച്ഛാ, എന്തൊക്കെയാണെങ്കിലും എല്ലാത്തിനും മുകളിലൊരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് മാത്രമേ നമുക്ക് യഥാർത്ഥമായ വിടുതൽ തരാൻ പറ്റുള്ളൂ, യഥാർത്ഥമായ ആശ്വാസം തരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, വരൂ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. മനസ്സിലായോ? മാനസിക രോഗങ്ങൾ മൂലം പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഈ മാനസിക പിരിമുറുക്കം കാരണം ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എത്രയോ പേര് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയവർ, കൈ മുറിച്ചവർ. കഴിഞ്ഞ ആഴ്ചയും കൂടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു. കൈ 2 മുറിച്ചേക്കാൻ, ഒരെണ്ണമല്ല 2 മുറിച്ചേക്കാൻ. ഇങ്ങനെ മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അതായത് അവരുടെ ചിന്തകൾ അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഒരു പെൺകുട്ടിയെ, ഒരു പ്രായമുള്ളതാണ്, അവൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റണില്ല. വല്ലാതെ ടെൻഷൻ അടിച്ചിട്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുള്ളൊരു ചിന്ത മൂലം ഒരു പെൺകുട്ടിയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടോ? കാരണം മനുഷ്യന് ഇന്ന് ശാരീരിക രോഗങ്ങളുണ്ട്, അതിനേക്കാളും മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ എന്താ വചനം പറയുന്നത്? എന്താ? യാക്കോബ് 5:15, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക. നിന്റെ ശാരീരിക രോഗങ്ങളാണെങ്കിലും മാനസിക രോഗങ്ങളാണെങ്കിലും കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. സ്പെൻഡ് യുവർ ടൈം വിത്ത് ജീസസ്. ഈശോയോടൊപ്പം ഇരിക്കുക. ക്വാളിറ്റി ടൈം ഈശോയ്ക്ക് കൊടുക്കുക. നിന്റെ ടെൻഷനെല്ലാം ഈശോയിലേക്ക് കൊടുക്കുക. യഥാർത്ഥമായ വിടുതൽ കർത്താവിൽ നിന്ന് വരും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ഞാൻ പൂർണ്ണമായും അങ്ങയിൽ ശരണപ്പെടുന്നു. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.